Hi friends, നമ്മുടെ മുമ്പിൽ നിഫ്റ്റിയുടെ ചാർട്ടാണുള്ളത്. നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താ പറയുക വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്ന കണ്ട് നമ്മൾ. സോ നമ്മൾ നിഫ്റ്റി ഒന്ന് നമ്മൾ ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ നോക്കിയാൽ ട്രെൻഡ് ലൈനിൽ നിന്നാണ് ഇത് കയറിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇത് നോക്കും, ഇത് ട്രെൻഡ് ലൈനിൽ നിന്ന് കയറിയെന്ന് മാത്രമല്ല, നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കൽ സൈഡ് അനാലിസിസ് നടത്തിയാൽ നമുക്ക് ഇവിടെ നിന്നൊരു ഫിബോനിച്ചി നമുക്ക് പ്ലാൻ ചെയ്യാം. ഇവിടെ ഒരു ഫിബോനിച്ചി നിങ്ങൾ ഇങ്ങോട്ട് വരച്ചാൽ ഫിബോനിച്ചിയിൽ നോക്കൂ, കറക്റ്റ് 236 സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അല്ലേ. എക്സലൻറ്റ് സപ്പോർട്ടാണ് എടുത്തിരിക്കുന്നത്. നോക്കൂ, ഫിബോനിച്ചി 236 ട്രെൻഡ് ലൈനിൽ കൂടെ ചേർന്നുള്ള ഒരു കോൺഫ്ലോ, അതിന് പറയുന്ന ഒരു പവർ സോൺ എന്ന് പറയും. പവർ സോണിൽ നിന്നാണ് സപ്പോർട്ട് എടുത്ത് നിഫ്റ്റി കയറിപ്പോയത്. സോ പവർ സോണിൽ സപ്പോർട്ട് എടുക്കുമ്പോൾ ഒരു പരിധിവരെയൊക്കെ അതിനൊരു കൺഫർമേഷൻ തരാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ മൂവിങ് ആവറേജിൻ്റെ താഴത്തുനിന്നാണ് സപ്പോർട്ട് എടുത്ത് മേളിൽ കയറിയത്. അതിനുശേഷം മൂവിങ് ആവറേജ് സപ്പോർട്ട് എടുത്ത് മേളിൽ കയറി എന്നുള്ള വലിയൊരു പ്ലസ് പോയിൻ്റാണ്. സോ നമ്മളിവിടെ നോക്കാമെങ്കിൽ ഇവിടെ ഒരു പവർ സോൺ ബിൽഡപ്പ് ചെയ്തു, ഇവിടെ മൂവിങ് ആവറേജിൻ്റെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തു. രണ്ട് പവർ സോണാണ് സപ്പോർട്ട് ചെയ്ത് നിഫ്റ്റിയെ മുകളിലേക്ക് കയറ്റിയത്. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഏറ്റവും കൂടുതൽ വിക്സ് കഴിഞ്ഞ ആഴ്ച കണ്ടു. 23-24 റേഞ്ച് പോയതിന് ശേഷം വിക്സിൽ അല്പം ചെറുതായിട്ടൊരു കുറവുണ്ടായി. സോ ആ ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ബ്രേക്കൗട്ട് കൊടുത്ത ക്യാൻഡിൽ, ഓൾ ടൈം ഹൈ കഴിഞ്ഞ് ബ്രേക്കൗട്ട് കൊടുത്ത ക്യാൻഡിൽ എക്സലൻറ്റ് ക്യാൻഡിലായിരുന്നു, വെരി ഗുഡ് വോളിയം ഉണ്ടായിരുന്നു. ഓക്കെ, ഫോളോ അപ്പ് ക്യാൻഡിൽ, വെള്ളിയാഴ്ച ഫോളോ അപ്പ് ക്യാൻഡിൽ ഇതിനെക്കാളിലും ഇതിൻ്റെ ഹൈ എന്ന് വെച്ചാൽ 23,023 ആണെങ്കിൽ ഫോളോ അപ്പ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് 23,089 ഹൈ വന്നത്. ദാറ്റ് മീൻസ് 23,023 തൊട്ട് താഴെ ക്ലോസ് ചെയ്തു, 23,019 ക്ലോസ് ചെയ്തു. സോ സംതേരം 3.4 താത്തി ക്ലോസ് ചെയ്യുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. അതർവൈസ് ക്വൈറ്റ് ഓക്കെ ആയിട്ടുള്ള വീക്കായിരുന്നു. സോ ഇനി എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ 15 മിനിറ്റ്സ് ചാർട്ടിലേക്ക് നമ്മൾ കടന്നാൽ നമുക്ക് എന്താണ് കാണുന്നത്? നമുക്ക് ബാക്കിയുള്ള ഫിബെല്ലാം നമുക്കൊന്ന് കളയാം. ഇതാണ് ഫിബെല്ലാം കളഞ്ഞിട്ടുള്ള 15 മിനിറ്റ് ചാർട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ 15 മിനിറ്റ്സ് ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പുൾ ബാക്കാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ലെവൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ആ ലെവൽ എന്ന് പറയുന്നത് ശരിക്കും 23,068 മുതൽ 23,090 വരെയുള്ള ലെവൽ. ഈ ലെവൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യും, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആ ലെവലാണ് നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മൾ നിഫ്റ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്കിത് ഈ ഒരു സോണിൽ, ഞാൻ സോണെന്ന് കാണിച്ചു തരാം, ഈ ഒരു സോണിൽ റെസിസ്റ്റൻറ്റ് ഫോം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ആ സോൺ എന്ന് പറയുന്നത് ഇതാണ് സോൺ. സംതിലേക്ക് ഒരു ദിസ് ഈസ് ദി സോൺ. ഇതാണ് കറക്റ്റ് ഒരു സോൺ. നമ്മുടെ അപ്പോൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ അത് കുറച്ച് ചേർത്ത് വെച്ചാൽ ഈ ഒരു ലെവലിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. സോ ഇതാണ് ഈ ഒരു സോൺ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ റെസിസ്റ്റൻസിൻ്റെ തൊട്ട് താഴെയുള്ള റെസിസ്റ്റൻസ് സോണാണ്, പക്ഷേ പവർഫുള്ളാണ്. സോ ഇത് വന്നിട്ട് 23,055 മുതൽ 23,031 വരെയുള്ള 10-20-30 പോയിൻറ്റിൻ്റെ ഒരു സോണാണ്. സോ ഈ ഒരു സോൺ വളരെ പവർഫുള്ളാണ്. അതിൻ്റെ പവർഫുൾ മാത്രമല്ല, ഈ സോണിൽ നമുക്ക് കാണാവുന്ന കുറച്ച് കാര്യമാണ്. നമ്മൾ ട്രെൻഡ് ലൈനൊക്കെ വരച്ചാൽ ഇവിടെ എന്താ സംഭവിച്ചാൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോയി. നമ്മളിവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കാണ് സംഭവിച്ചത്. ബ്രേക്ക് ചെയ്തതിന് ശേഷം തിരിച്ചവിടെ കയറാൻ സാധിക്കുന്നില്ല, അവിടെ റെസിസ്റ്റൻസ് കൊടുക്കുകയാണ്. ഈ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് മേളിൽ പോയിട്ട് വേണം ഈ റെസിസ്റ്റൻസിനെ കട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ അത് കുറച്ചൊരു പവർഫുള്ളായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നിഫ്റ്റി വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ഡബിൾ ബോട്ടം സപ്പോർട്ടിൽ 15 മിനിറ്റ്സ് ഡബിൾ ബോട്ടം സപ്പോർട്ട് എടുത്ത് കിടക്കുകയാണ് പറയുക. സോ ഇറ്റ്സ് സംതിങ് ലൈക്ക് ഈ ഒരു സോണാണ്. ഡബിൾ ബോട്ടം സോൺ എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്. ഈ സോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ലൈക്ക് 23,001 മുതൽ 23,951 വരെയുള്ള. അപ്പോൾ ഒന്നും നമ്മൾ കൂട്ടേണ്ട, കുറച്ചുകൂടെ നമുക്ക് ആ സോൺ കുറച്ച് നമുക്ക് കയറ്റി വരയ്ക്കാം. 21 മുതൽ 23,981 വരെയുള്ള സംതിങ് 40 പോയിൻ്റ് സോണാണ്. ഈ സോണിൽ നിഫ്റ്റിക്ക് ബെസ്റ്റ് സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സപ്പോസ് അവിടെ നിന്നും നിഫ്റ്റി ഒന്ന് ഒരു നല്ല പ്രോഫിറ്റ് വരുവാണെങ്കിൽ പിന്നെ നിഫ്റ്റിക്ക് ഒരു 15 മിനിറ്റ്സിലെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഇതാണ് അടുത്ത ലെവൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സംതിങ് ലൈക്ക് ദിസ്, ഈ ഒരു സോൺ വരെയൊക്കെ അതിന് പോകാൻ സാധിക്കും. ഇതാണ് കറക്റ്റ് സോൺ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് സംതിങ് അറൗണ്ട് 23,984 22,941 ഇടയ്ക്കുള്ള സോണാണ്. എനിവേ വിൽ വെയിറ്റ് ആൻഡ് സി. നമുക്ക് എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത് നമുക്ക് നിഫ്റ്റി മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം. സോ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കിയാൽ കറക്റ്റ് ആ ട്രെൻഡ് ലൈനിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. നോക്കൂ, കറക്റ്റ് ആ ട്രെൻഡ് ലൈൻ നമ്മൾ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫിബും കൂടി ഇവിടെ കാണണം. കാര്യം വളരെ പവർഫുള്ളായിട്ട് ആക്ട് ചെയ്ത് സോൺ ആയതുകൊണ്ടാണ് ചെറിയ ഫിബ് എടുക്കാൻ നോക്കുക. അതുപോലെ ഇവിടം വരെ ഫിബ് നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കണ്ടോ
2 പ്രാവശ്യം ഇത് പവർ സോൺ ഡെവലപ്പ് ചെയ്ത് കണ്ടോ 0.618 പവർ സോൺ ഡെവലപ്പ് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി കയറിപ്പോയത്. ഇവിടെയും പവർ സോൺ ഡെവലപ്പ് ചെയ്തു, സംതിങ് അറൗണ്ട് എന്താ പറയണ്ടത്, ഈ ഒരു സോണിലും പവർ സോൺ ഡെവലപ്പ് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി കയറിപ്പോയത്. അതുകൊണ്ട് തന്നെ ഈ 2 പോസിറ്റീവ് എനർജിയുടെ സോഴ്സ് വന്നുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി കയറിപ്പോകാൻ സാധിച്ചത്. അത് നിങ്ങൾ EMA 10 EMA 21 എടുത്താൽ EMA വെച്ചൊരു കോൺഫിഡൻസ് ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസിൽ നിന്നാണ് 2 ദിവസം തകർപ്പനായിട്ടുള്ള റിട്ടേൺ എന്താ പറയണ്ടത് ഒരു കയറ്റം കയറിയത്. അതിൻ്റെ അകത്ത് വ്യാഴാഴ്ച കയറിയത് സംതിങ് അറൗണ്ട് 986 പോയിൻ്റ് ആണെങ്കിൽ ആൻഡ് വെള്ളിയാഴ്ച കയറിയത് സംതിങ് അറൗണ്ട് 200. സോ 1100-1200 പോയിൻ്റ് അടുത്താണ് കയറിയത്. സോ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ എത്തിയിട്ടില്ല ഇത്രയും കയറിയിട്ട് പോലും എന്നുള്ളത് ഒരു കൺസേൺ ആണ്. ഫ്രണ്ട്സ്, RBIയുടെ ബുള്ളറ്റിൻ പ്രകാരം സ്റ്റേറ്റ് ഓഫ് എക്കോണമി ഫോർ ദ മെയ് മാസം ഇസ് ബുള്ളിഷ് ആണ് ആസ് എവർ. ആൻഡ് അവർ പറയുന്നത് അവരുടെ എക്സ്പെക്ടേഷൻ പ്രകാരം GDP ഗ്രോത്ത് ഫോർ Q1 ഫിനാൻഷ്യൽ 25 ഇസ് ലൈക്ലി ടു ബി അറൗണ്ട് 7.5% ആണ്. സോ MPCയുടെ ഫോക്കാസ്റ്റ് ആൻഡ് 7.1 ആണ്, അതിനേക്കാളും മുകളിലാണ് RBIയുടെ ഫോക്കാസ്റ്റ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ഫ്ലാഗ്സ് ഉണ്ട്. എന്താ പറയണ്ടേ, ലോ പ്രീ മൺസൂൺ റെയിൻഫാൾ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഹയർ ദാൻ നോർമൽ മാക്സിമം ടെമ്പറേച്ചറാണ് എല്ലാ സിറ്റിയിലും. ചൂട് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ലോ വാട്ടർ ലെവൽസ് ആണ് മേജർ റിസോഴ്സിലൊക്കെ ഉള്ളത് ശരിക്കും. സോ വാട്ടർ ലെവൽ വളരെ വീക്കാണെന്നുള്ള കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ല. ഈ PMI ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താ പറയണ്ടേ സ്ട്രോങ് മൊമെൻ്റാണ് US കാണിക്കുന്നത്. സോ അത് മാർക്കറ്റിന് വലിയൊരു സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ശരിക്കും. സോ റിമാർക്കബിൾ ആക്സിലേഷൻ നമുക്ക് മാനുഫാക്ചറിംഗിൽ സർവീസ് സെക്ടറും സ്ട്രോങ് ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് അക്രോസ് വേൾഡ് ആയിട്ടുള്ള ഒരു ഫിനോമിനായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സോ ഇതുകൊണ്ടൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു Q1 എന്ന് പറയുന്നത് സീംസ് ടു ബി വെരി ഗുഡ് ആണ് ആസ് പെർ RBI പോളിസി. ഫിനാൻഷ്യൽ ഇയർ 25 Q1 ആണ് ഞാൻ പറയുന്നത്. സോ ഇനി ഇപ്പം നമ്മൾ റിസൾട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റിലേക്ക് കടക്കുകയാണ്. അടുത്ത ഒരാഴ്ച കൊണ്ട് റിസൾട്ട് ഇമ്പാക്റ്റും കൂടെ വരും. അത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും. ജൂലൈ 1 ബജറ്റാണ്. സൂപ്പർ റിസൾട്ട് എന്നൊരു കമ്പനിയാണ് ഫോക്കസ് ലൈറ്റിംഗ് ആൻഡ് ഫിക്സ്ചേഴ്സ് എന്നാണ് കമ്പനിയുടെ പേര്. മാർക്കറ്റ് ക്യാപ്പ് 1052 കോടി, സ്റ്റോക്ക് ഈസ് 27.2, ഇൻഡസ്ട്രി ബേസ് 54.1, പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 56.1 ഉണ്ട്. ആൻഡ് സീ ദി പെർഫോമൻസ് ആക്ച്വലി. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഡെറ്റ് എന്ന് പറയുന്നത് 0.10, ഡെറ്റ് ആകെപ്പാടെ 12 കോടിയേ ഉള്ളൂ. സീ ദി ക്വാർട്ടർ റിസൾട്ട്. കഴിഞ്ഞ മാർച്ചിൽ 41 കോടിയായിരുന്നു, അത് 60 കോടിയായിട്ട് കുതിച്ചുയർന്നു. 8 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 13 കോടിയായി. കഴിഞ്ഞ ക്വാർട്ടറിൽ 57 കോടി, 11 കോടി സ്ഥാനത്താണ് 60 കോടി വന്നിരിക്കുന്നത്. ആൻഡ് OPM എക്സ്പാൻഷൻ നോക്കുക 19% നിന്നും 22%. കഴിഞ്ഞ ക്വാർട്ടറിൽ OPM എക്സ്പാൻഷൻ സെയിം 19 ആയിരുന്നു, അവിടെ 3% കൂടിയത് 22% ആയത്. EPS കഴിഞ്ഞ മാർച്ചിൽ 82 പൈസയാണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ 1.46 ഈ ക്വാർട്ടറിൽ 1.62. ആൻഡ് P&L അക്കൗണ്ട് നോക്കുക, എക്സലന്റ് P&L അക്കൗണ്ടാണ്. 168 കോടിയിൽ നിന്നും സെയിൽസ് 224 കോടിയായി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 33 കോടിയിൽ നിന്നും 46 സംതിങ് അറൗണ്ട് 50% ഗ്രോത്ത് ആണല്ലേ. OPM എക്സ്പാൻഷൻ 20% to 21%. 3.54 പൈസ എന്നുള്ള EPS 5.91 പൈസയുടെ കുതിച്ചുയർന്നു. ആൻഡ് സീ ദ ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ്. സോ റിസർവ് 77 കോടിയിൽ നിന്ന് 115 കോടി. ആൻഡ് ബോറോയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക 3 കോടിയിൽ നിന്ന് 13 കോടി. ഒന്നുമില്ല ബോറോയിൻസ്, റിസർവിൻ്റെ പകുതിയുടെയും താഴെയാണ് ബോറോയിൻസ്. ആൻഡ് ഫിക്സഡ് അസറ്റ് 21 കോടി. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് 2 കോടിയിൽ നിന്ന് 19 കോടിയായി. ഇൻവെസ്റ്റ്മെൻറ്റ് 6 കോടിയായി. അതർ അസറ്റ്സ് 154 കോടിയായി. എക്സലന്റ് ക്യാഷ് ഫ്ലോ ആണ്. കഴിഞ്ഞ കൊല്ലം ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മൈനസ് ആയിരുന്നു, ഇത്തവണ പ്ലസ് ആയിട്ട് വീണ്ടും വന്നു, +6 ആയിട്ട് വന്നു. കമൻറ്റബിൾ ആണ് ശരിക്കും. ആൻഡ് റേഷ്യോസ് നോക്കുക നിങ്ങൾ, ഇറ്റ് ഈസ് എന്താ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത് സ്ലൈറ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്തെന്നുള്ള ഒറ്റ ഫാക്ടർ മാത്രമേ ഉള്ളൂ. അതർവൈസ് ഡീസൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഷെയറുകളും പാറ്റേൺ നോക്കൂ, 56.09 പ്രൊമോട്ടറിൻ്റെ കയ്യിലുള്ളത്. FISൻ്റെ 0.01, DISൻ്റെ ഒന്നുമില്ല, പബ്ലിക്കിൻ്റെ 43.40. ഇറ്റ്സ് വെരി ഡീസെൻറ്റ് റിസൾട്ട് ആ കമ്പനി കാഴ്ചവെച്ചത്, നോ ഡൗട്ട് ഇൻ ദാറ്റ്.